വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ടാക്രമണം. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിന്റെ ഷട്ടർ തൂണുകളിൽ മരങ്ങൾ വന്നടിഞ്ഞു. ജൂലൈ 9 നടക്കാൻ പോകുന്ന പണിമുടക്കിന്റെ പ്രചരണം അറിയിച്ചുകൊണ്ട് നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്ന് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3 വ്യാഴാഴ്ച മാർ തോമസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ ഊട്ടുതിരുനാളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പോലീസിനു നേരെ ഗുണ്ടാക്രമണം. നെല്ലങ്കരയിൽ ലഹരി പാർട്ടിക്കിടെയാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത്. 3 പോലീസ് ജീപ്പുകൾ തല്ലിത്തകർത്തു. കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം. 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്ക്. നെല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽത്താഫും അഹദുമാണ് ബർത്ത്ഡേ പാർട്ടി നടത്തിയത്. സുഹൃത്തുക്കളായ ബ്രഹ്മജിത്തും എബിനും അഷ്ലിനും ഷാർബലുമായിരുന്നു ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവർ. ബ്രഹ്മജിത്ത് കൊലപാതകം ഉൾപ്പെടെ 8 കേസുകളിൽ പ്രതിയാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അക്രമം. ലഹരി പാർട്ടി നടക്കുന്നതിനിടെ ഇരു സംഘങ്ങളും തമ്മിൽ ചേരിതിരിഞ്ഞ് അടിയായി. വീടിന് മുന്നിലേക്ക് സംഘർഷം എത്തിയതോടെ അഹദിന്റെ ഉമ്മയാണ് പോലീസിനെ വിവരമറിയിച്ചത്. ആദ്യ വണ്ടിയിലെത്തിയ പോലീസ് സംഘത്തെ മറഞ്ഞിരുന്ന ഗുണ്ടകൾ ആക്രമിച്ചു. പിന്നീടെത്തിയ 2 പോലീസ് വണ്ടിക്ക് നേരെ ആക്രമണമുണ്ടായി. കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ബ്രഹ്മദത്ത് ഉൾപ്പെടെയുള്ള 6 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിന്റെ ഷട്ടർ തൂണുകളിൽ മരങ്ങൾ വന്നടിഞ്ഞു. മരങ്ങളോടൊപ്പം മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയതോടെ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലായി. മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കരാറുകാർ മരങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി. ക്രെയിൻ എത്തിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. കാലവർഷം ആരംഭിച്ച ശേഷം ഇത് 3ാം തവണയാണ് പാലത്തിനടിയിലെ മരങ്ങൾ നീക്കം ചെയ്യുന്നത്. ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവിലൂടെ കൂടുതൽ വെള്ളം തുറന്നുവിട്ടതോടെ പുഴയിൽ ജലനിരപ്പ് കൂടിയ നിലയിലാണ്. തൂണുകളിൽ മരങ്ങൾ തടഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന ആശങ്കയുണ്ട്. ചിമ്മിനി ഡാമിന്റെ ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിൽ വീഴുന്ന മരങ്ങളെല്ലാം ആറ്റുപള്ളി പാലത്തിൽ തടഞ്ഞു നിൽക്കുന്നത് പതിവാണ്. പരിപാടിയാണ്. അപ്പോൾ അത് നമ്മുടെ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് ഒരു ടെൻഡർ കൊടുത്ത് ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കൂടുതൽ തടസ്സം വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള പ്രദേശങ്ങളൊക്കെ വലിയ തോതിൽ വെള്ളത്തിലാവുന്നൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് അതുപോലെ മറ്റപ്പള്ളിയുടെയും കുറേ ഭാഗങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രശ്നമുണ്ടാകും. കൊടകര പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം കൊടകരയിലുണ്ടായ ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദി പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. മെമ്പർമാരായ പ്രനില ഗിരീശൻ, ഷീബ ജോഷി എന്നിവരാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. സ്വകാര്യ വീടുകളിൽ ഇത്രയും പേർക്ക് ആൾക്കാരെ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട സംരക്ഷണം ഉണ്ടോ എന്നുള്ളത് ഇന്ന് വരെ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുമൂലമാണ് ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചത്. അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പന്തല്ലൂർ ജനതാ UP സ്കൂളിൽ നടത്തുന്ന ദുരിതാശ്വാസ ക്യാമ്പ് തുടരുന്നു. 3 വീടുകളിൽ നിന്നായി കുട്ടികളടക്കം 11 പേരാണുള്ളത്. പന്തല്ലൂർ വടക്കുംപാടം സ്വദേശികളായ ചില്ലായി ബിജു, കിഴക്കൂട്ട് സീത, കടവിൽ സത്യൻ എന്നിവരുടെ കുടുംബാംഗങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. മഴക്കാലമായാൽ ഈ മേഖലയിൽ വെള്ളം കയറുന്നത് പതിവാണ്. കാലവർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 2ാം തവണയാണ് ക്യാമ്പിൽ കഴിയുന്നതെന്ന് ഇവർ പറഞ്ഞു. വലിയ വെള്ളം കയറിയിട്ട് ഇപ്പം ഞങ്ങൾ 2 ദിവസമായിട്ട് കയറും. 13 വർഷമായിട്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. വാസയോഗ്യമല്ലാത്തൊരു വീടാണ്. കാരണം വെള്ളം മുഴുവൻ ഉള്ളിലേക്കാണ് നിൽക്കുന്നത്. പിന്നെ ഹെൽത്തിന് ഇഷ്യൂ ഉള്ളൊരു കുട്ടിയുണ്ട്. അവന് മകനാണ്, 13 വയസ്സ്, 8ൽ പഠിക്കണം. ശ്വാസമുട്ടും കാര്യങ്ങളായിട്ട് കാരണം അവന്
ഇവിടെ ക്യാബിന് പോയാലും ഈ തണുപ്പാണ് നിൽക്കുന്നത്. അത് കാരണമാണ് നമ്മൾ വെള്ളം കയറുമ്പോൾ പേടിച്ചിട്ട് കുട്ടികളെ കൊണ്ട് പോകാനായിട്ട് ഒരു സ്ഥലമില്ല. അപ്പോൾ ക്യാമ്പിലേക്ക് എത്തുന്നത് ഇവൻ്റെ ഹെൽത്തിനെ പേടിച്ചിട്ടാണ് നമ്മൾ അവനെയും കൊണ്ട് ക്യാമ്പിലേക്ക് എത്തുന്നത് തന്നെ. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയാൻ പറ്റില്ല. കൊടകര ടൗണിൽ കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലത്ത് ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ സന്ദർശനം നടത്തി. കൊടകര ടൗണിൽ കഴിഞ്ഞ ദിവസം കെട്ടിടം വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ സ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിൽ മരിച്ച അതിഥി തൊഴിലാളികളുടെ സഹപ്രവർത്തകരുമായി അദ്ദേഹം സംസാരിച്ചു. പൊതുപ്രവർത്തകരായ VM ആന്റണി, സദാശിവൻ കുറുവത്ത്, പ്രനില ഗിരീശൻ, BG ഡേവിസ്, TG അജോ, കോടന നാരായണൻകുട്ടി, PK അരുൺ, വിരയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, മിനി ദാസൻ എന്നിവർ ഉണ്ടായിരുന്നു. ലേബർ കോഡുകൾ പിൻവലിക്കുക, മിനിമം കൂലി പ്രഖ്യാപിക്കുക, സ്കീം വർക്കേഴ്സിനെ സ്ഥിരം ജീവനക്കാരാക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 9 നടക്കാൻ പോകുന്ന പണിമുടക്കിന്റെ പ്രചാരണം അറിയിച്ചുകൊണ്ട് AITUC സംസ്ഥാന സെക്രട്ടറി CP മുരളി ക്യാപ്റ്റനായും CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ മുൻ MLA വൈസ് ക്യാപ്റ്റനായും TUCI സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് TB മിനി മാനേജറായി നയിക്കുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ സ്വീകരണ സമ്മേളനത്തിന് CU പ്രിയൻ അധ്യക്ഷനായി. നേതാക്കളായ UP ജോസഫ്, KK രാമചന്ദ്രൻ MLA, PK ശിവരാമൻ, PR പ്രസാദൻ, EA ജയതിലകൻ, PC തോമസ്, AV ചന്ദ്രൻ, PC ഉമേഷ്, KM ബാബുരാജ്, PM നിക്സൺ, ജോസ് ആറ്റുപുറം, KM ഹൈദർ, രാഘവൻ മുളങ്ങാടൻ എന്നിവർ സംസാരിച്ചു. മോശമായ അവസ്ഥയിൽ നിന്ന് പുതുക്കുക എന്നാണ് പരിഷ്കരണം എന്നതിൻ്റെ അർത്ഥം. എന്നാൽ ഈ നരേന്ദ്രമോദിയും പറയുന്നത് തൊഴിൽ നിയമ പരിഷ്കരണമെന്നാണ്. അത് സത്യത്തിൽ പറ്റിക്കലാണ്. കാർഷിക നിയമ പരിഷ്കരണമെന്നാണ് പറയുന്നത്, അതും പറ്റിക്കലാണ്. പരിഷ്കരണമെന്ന വാദത്തെ ഈ പത്രമാധ്യമങ്ങളെല്ലാം എടുത്തുകൊണ്ട് നടക്കുന്നത് പരിഷ്കരിക്കുകയല്ലേ. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3 വ്യാഴാഴ്ച മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ഊട്ടുതിരുനാളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂലൈ 1 ചൊവ്വാഴ്ച വൈകിട്ട് 6:30 കൊടകര ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി കൊടിയേറ്റും. തുടർന്ന് കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ജൂലൈ 2 ബുധനാഴ്ച രാവിലെ 6:15 കുർബാന, വൈകിട്ട് 6:30 കുർബാന, ലതീഞ്ഞ്, നൊവേന, പള്ളി ചുറ്റി പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ജൂലൈ 3 രാവിലെ 7 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ്, 8 കുരിശുമുടിയിൽ കുർബാന, 10 ആഘോഷമായ റാസ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ആശിഷ് കീരിഞ്ചിറ, ജനറൽ കൺവീനർ ഷോജൻ D വിധേയത്തിൽ, കൈക്കാരൻ ജോജു ചുള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, ജോയിന്റ് കൺവീനർ വർഗീസ് കളത്തിങ്കൽ എന്നിവർ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെ ആഘോഷമായ 7 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, അതിനുശേഷം ഊട്ട് നേർച്ച വെഞ്ചിരിപ്പുണ്ടായിരിക്കും. 8 മണിക്ക് ദിവ്യബലി കനകമല മലയിൽ, കനകമല മുകളിൽ ഉണ്ടായിരിക്കും. അവിടെ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായ കുരിശുമുടിയിൽ അവിടെ വിശുദ്ധ കുർബാന 8 മണിക്ക് ഉണ്ടായിരിക്കും. ഒന്ന് സെന്റ് ആന്റണീസ് തീർത്ഥാടനകേന്ദ്രവും അതുപോലെ സെന്റ് തോമസ് കുരിശുമുടി തീർത്ഥാടനകേന്ദ്രം, അങ്ങനെ 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഈ കൊല്ലം ഞങ്ങൾ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നല്ല റോഡുകളൊക്കെ ആയി ആളുകൾക്ക് വരാനുള്ള സൗകര്യമുണ്ട്. കൊടകര, മേച്ചറ, കനകമല, ചാലക്കുടി റൂട്ടിൽ നല്ല റൂട്ടുകളായി അറിയപ്പെട്ടിട്ടുണ്ട്. അധികം ആളുകൾക്ക് വരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കൊല്ലം കൂടുതൽ ആളുണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് അവിടെ നടന്ന് കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ ജൂലൈ 3 കനകമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകരുടെ ഒരു സാന്നിധ്യം വളരെ നിർണായകമാണ്. എല്ലാ തലത്തിലും ഞങ്ങളോട് സഹകരിക്കുന്ന കൊടകര പ്രസ് ക്ലബിന് പ്രത്യേകം ഈ ഊട്ടുതിരുനാളിലേക്ക് ഏറെ സ്നേഹത്തോടെ ഇടവകയുടെ പേരിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഭാവി തലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് സമൂഹത്തിലെ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ദൌത്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ കരുതലായി കാവലായി പരിപാടിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള വിജയികൾക്കുള്ള സമ്മാനദാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരി സമൂഹത്തെ കാർന്നു തിന്നുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കണം. കുടുംബത്തെ ഒന്നിച്ചിരിക്കാനും എല്ലാം തുറന്നു പറയാനുള്ള അന്തരീക്ഷവും സാഹോദര്യവും സാമൂഹിക അന്തരീക്ഷം ഉറപ്പാക്കുകയാണ് ചെയ്യേണ്ടത്.
അതിനുള്ള പരിശ്രമങ്ങൾ ശക്തിപ്പെടുത്തണം. കുട്ടികളുടെ സർഗാത്മകതയുടെയും സാമൂഹ്യ ഇടപെടലുകളുടെയും ഭാഗമായി വിവിധ പരിപാടികളിലേക്ക് നയിക്കുന്നതിലൂടെ ലഹരിയിലേക്കുള്ള ദൂരം കുറയും. തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരി മാഫിയയിൽ നിന്ന് രക്ഷിക്കാൻ ലഹരി വിരുദ്ധ പ്രചരണ പരിപാടി കരുതലായി കാവലായി നടന്നുവരുന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് 500ഓളം വിദ്യാലയങ്ങളിൽ ലഹരിമുക്ത വിദ്യാലയം എന്ന വിഷയത്തെ ആസ്പദമാക്കി റീൽസ്, പ്രസംഗം, പെയിന്റിംഗ്, ഫ്ലാഷ് മോബ് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികളായ 2000ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷനായി. തൃശൂർ മേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഹരിശങ്കർ മുഖ്യാതിഥിയായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി P. കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് KG സുരേഷ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് PR ബിജോയ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യരുടെ മനസ്സും മസ്തിഷ്കവും മരവിപ്പിച്ചുകൊണ്ട് എല്ലാ സംഘപരമായ ശേഷിയെയും തളർത്തി മനുഷ്യൻ എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ടുചെന്ന് അധപ്പതിപ്പിക്കുന്നതിന് ലഹരി ഉപഭോഗം എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇന്ന് കൂടുതലായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7307 രൂപ, പവന് 58,456 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ടാക്രമണം. പാലത്തിന്റെ ഷട്ടർ തൂണുകളിൽ മരങ്ങൾ വന്നടിഞ്ഞു. ജൂലൈ 9 നടക്കാൻ പോകുന്ന പണിമുടക്കിന്റെ പ്രചരണം അറിയിച്ചുകൊണ്ട് നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്ന് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3 വ്യാഴാഴ്ച മാർ തോമാശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ ഊട്ടുതിരുനാളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.